നമസ്കാരം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് സൈറ്റ് ടു സൈറ്റ് VPN എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. എന്താണ് സൈറ്റ് ടു സൈറ്റ് VPN എന്ന് പറഞ്ഞാൽ, എന്തെങ്കിലും കാരണത്താൽ നമുക്ക് ക്ലൗഡിൽ നിന്ന് ഡാറ്റ നമുക്ക് റിസീവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ നമുക്ക് സൈറ്റ് ടു സൈറ്റ് VPN വളരെ അത്യാവശ്യമാണ്. ഒരു പ്രൈവറ്റ് ഇൻസ്റ്റൻസിൽ നിന്ന് എങ്ങനെയാണ് ഡാറ്റ റിസീവ് ചെയ്യാനും അല്ലെങ്കിൽ ഡാറ്റ ആക്സസ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് സൈറ്റ് ടു സൈറ്റ് VPN. അപ്പോൾ അതെങ്ങനെയാണ് കോൺഫിഗർ ചെയ്യേണ്ടതെന്ന് ഞാൻ ഇവിടെ കാണിക്കാം. ഫസ്റ്റ് ആദ്യം VPC സെക്ഷനിൽ പോവുക. നോർമലി ചെയ്യുന്ന VPC ക്രിയേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്നെറ്റ് ക്രിയേറ്റ് ചെയ്യുക, റൂട്ട് ടേബിൾ ക്രിയേറ്റ് ചെയ്യുക, റൂട്ട് ടേബിൾ സബ്നെറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക. നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് പ്രൈവറ്റ് അല്ല, പബ്ലിക് ഇൻസ്റ്റൻസിന് വേണ്ടിയിട്ടുള്ളതാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പബ്ലിക് ഇൻസ്റ്റൻസിനായിട്ട് അല്ലെങ്കിൽ അത് ചെയ്യുമ്പോൾ പബ്ലിക് ഇൻസ്റ്റൻസിന് വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ VPC എല്ലാം ക്രിയേറ്റ് ചെയ്ത് അതിന് അറ്റാച്ച് ചെയ്യേണ്ടത് ഇൻ്റർനെറ്റ് ഗേറ്റ് വേ വേണം അറ്റാച്ച് ചെയ്യാനായിട്ട്. ഇൻ്റർനെറ്റ് ഗേറ്റ് വേ പബ്ലിക്കിൽ അസൈൻ ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ഇപ്പോൾ സബ്നെറ്റ് കൊടുക്കുന്നുണ്ട്. ഇവിടെ റൂട്ട് ടേബിൾ ഓൾറെഡി ഡിഫോൾട്ട് ആയിട്ടുള്ള റൂട്ട് ടേബിൾ അവിടെ കാണും. റൂട്ട് ടേബിളും സബ്നെറ്റും അവിടെ കാണും. അതൊന്നും ചെയ്യണ്ട. സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ തന്നെ നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാ സ്റ്റെപ്പും കോമൺ ആണ്. ഇതെല്ലാവർക്കും അറിയാവുന്ന സ്റ്റെപ്പ് തന്നെയാണിത്. എങ്ങനെയാണ് VPC ക്രിയേറ്റ് ചെയ്യുക, അത് എങ്ങനെയാണ് ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുക, അതൊക്കെ നോർമലി എല്ലാവർക്കും അറിയാവുന്നുള്ളൊരു പ്രൊസീജിയർ തന്നെയാണ്. ഞാൻ പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് പോവുകയാണ്. ഇവിടെ ഇൻ്റർനെറ്റ് ഗേറ്റ് വേ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് VPCയുമായിട്ട് അറ്റാച്ച് ചെയ്യുക. ഇത്രയും ചെയ്തിട്ട് നേരെ EC2 പോയിട്ട് ഇൻസ്റ്റൻസ് ലോഞ്ച് ചെയ്യുക. ഇൻസ്റ്റൻസ് ലോഞ്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്
നെറ്റ്വർക്ക് നെറ്റ്വർക്കിൻ്റെ പോർഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്ത വി പി സിയുടെ ഒരു ഐ ഡി വേണം സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതിൽ സെക്യൂരിറ്റി ഗ്രൂപ്പ്, ഇൻബൗണ്ട് സെക്യൂരിറ്റി ഗ്രൂപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്, എഡിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് പിന്നീട് ഇത് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പോർഷനിൽ നമുക്ക് ഇൻബൗണ്ട് സെക്യൂരിറ്റി ഗ്രൂപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൽ TCP പാക്ക് കൊടുക്കണം, അതുപോലെ തന്നെ ISMP ഇതും കൊടുക്കണം, ISMP പ്രോട്ടോക്കോളും കൊടുക്കണം. അതിൻ്റെ ഡെസ്റ്റിനേഷൻ കൊടുക്കേണ്ടത്, അതിൽ കൊടുക്കേണ്ട ID എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്തൊരു VPCയുടെ ക്രിയേറ്റ് ചെയ്യും. ക്ലൗഡിൽ നിന്നാണല്ലോ. ഇപ്പോൾ നോർമലി ക്ലൗഡ് ഇല്ലാത്തതുകൊണ്ട് നോർമലി ക്ലൗഡിൽ തന്നെ ക്രിയേറ്റ് ചെയ്യുവാണ്. Aയും Bയും എന്ന് പറഞ്ഞ സെക്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ നോർമലി 2 എണ്ണം ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള രീതിയിലാണ് കൊടുക്കാനായിട്ട്. പിന്നെ ഞാനിപ്പോൾ നമ്മുടേതല്ല, തൊട്ടപ്പുറത്തെ ID ആണ് VPCയുടെ ഏതാണ് സബ്നെറ്റാണ് കൊടുക്കുന്നത്, VPCയുടെ ID ആണ് കൊടുക്കുന്നത്. കാരണം അത് രണ്ടും തമ്മിൽ കണക്ഷൻ വേണം. VPC-A to VPC-B കണക്ഷൻ വേണം. അതിന് വേണ്ടിയിട്ടാണ് ഇത് കൊടുക്കുന്നത്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം, കണക്ഷൻ ഉണ്ടോ ഇല്ലയോ നോക്കാം. ഇല്ല, ഫെയിൽഡാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇനി ചെക്ക് ചെയ്യേണ്ടത് നമ്മളെ റൂട്ട് ഓക്കെ ആണോ നോക്കുക. അപ്പോൾ VPCക്ക് അകത്ത് പോവുക, റൂട്ട് ടേബിളിനകത്ത് റൂട്ട് ഓക്കെ ആണോ എന്ന്, അതായത് പബ്ലിക്കലി അസൈൻ ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഇൻ്റർനെറ്റ് ഗേറ്റ്വേ പബ്ലിക്കലി അസൈൻ ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ അതിന് VPCയിലോട്ട് പോവുക. ഇവിടെ ഒരു പുതിയ റൂൾ സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. 000 എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഇൻ്റർനെറ്റിൻ്റെതാണ് ഡെസ്റ്റിനേഷൻ കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ടാർഗറ്റ് ഇൻ്റർനെറ്റ് ഗേറ്റ്വേ കൊടുക്കണം. എന്നിട്ട് അതിന് ക്രിയേറ്റ് ചെയ്താൽ മതി. ക്രിയേറ്റ് കൊടുത്തതിന് ശേഷം അവിടെ പോയി ഒന്ന് റീഫ്രഷ് ചെയ്യുമ്പോഴത്തേക്ക് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആവും. ജസ്റ്റ് ചെക്ക് ചെയ്യാം. ഓക്കെ, കണക്ഷൻ ഓക്കെ ആയിട്ടുണ്ട്. നമുക്കിനി 2-3 കമാൻഡ് ടൈപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ഞാനിവിടെ കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കി ഫോളോ ചെയ്താൽ മതി. ആദ്യം ഓപ്പൺ സ്പാൻ എന്ന് പറയുന്ന ഒരു മോഡ്യൂൾ ഇൻസ്റ്റാൾ ചെയ്യണം. അതിനായിട്ട് install ഓപ്പൺ സ്പാൻ എന്ന് കൊടുക്കുക. അതിനെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്.
അതുപോലെ 2-3 കോൺഫിഗറേഷൻസ് ഇതിന് ഏറ്റവും അത്യാവശ്യമാണ്. കോൺഫിഗറേഷൻസ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇതിൽ ഓക്കെ കാണിക്കും. സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുമ്പോൾ ഓക്കെ കാണിക്കും. അത് കഴിഞ്ഞാൽ നമ്മൾ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആയി. ഇനി നെക്സ്റ്റ് നമ്മൾ ക്ലൗഡിൽ പ്രൈവറ്റ് ഇൻസ്റ്റൻസിന് വേണ്ടിയിട്ടുള്ള VPC ക്രിയേറ്റ് ചെയ്യാം. ഇനി അടുത്ത് അവിടെ നിന്ന് വേണം നമുക്ക് ഈ ടണൽ ക്രിയേറ്റ് ചെയ്ത് ഇതിനെ എയും ബിയും ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട്. VPC എയും ബിയും ആയിട്ട് കണക്ട് ചെയ്യുന്നത്. ഞാനിവിടെ VPC B എന്ന് പേര് കൊടുക്കുന്നുണ്ട്. പേര് കൊടുത്ത് പറഞ്ഞ IP4 ഒക്കെ അസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാക്കിയെല്ലാം പഴയപടി തന്നെയാണ്, നമ്മൾ നേരത്തെ ചെയ്തത് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. പക്ഷേ പബ്ലിക് IP അഡ്രസ്സ് കൊടുക്കത്തില്ല ഇവിടെ. അത് ഡിസേബിൾ ചെയ്ത് തന്നെയാണ് വെച്ചിരിക്കുന്നത്. ബാക്കിയൊക്കെല്ലാം ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്, പഴയതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. പഴയ പോലെ ബാക്കിയെല്ലാം ചെയ്യുക. ചെയ്തിട്ട് നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. അടുത്ത് നമുക്ക് പോകേണ്ടത് വിർച്വൽ പ്രൈവറ്റ് സെക്ഷനിലോട്ട് പോവുക. അതിനകത്ത് ആ 3 സെക്ഷനും ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സൈറ്റ് ടു സൈറ്റ് VPN, പിന്നെ കസ്റ്റമർ ഗേറ്റ്വേ, അങ്ങനെ രണ്ടോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് നോക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാം. ഇൻസ്റ്റൻസ് ലോഞ്ച് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം. ഇവിടെ അത് പറഞ്ഞ കണക്കിന് സെക്യൂരിറ്റി ഗ്രൂപ്പ് ഇൻബൗണ്ട് എഡിറ്റ് ചെയ്യുക. എഡിറ്റ് ചെയ്തിട്ട് തൊട്ട് നേരത്തെ ക്രിയേറ്റ് ചെയ്ത VPCയുടെ ID ഇതിലോട്ട് എന്ത് ചെയ്യുക, അസൈൻ ചെയ്ത് കൊടുക്കുക. ഇൻസ്റ്റൻസ് എല്ലാം ലോഞ്ച് ആയതിനു ശേഷം നമുക്ക് പഴയതുപടി നമുക്ക് VPCയിൽ പോവുക. VPCയിൽ പോയിട്ട് സൈറ്റ് ടു സൈറ്റ് ആ സെക്ഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് പോവാം. ഇത് വിർച്വൽ ഗേറ്റ്വേ ക്രിയേറ്റ് ചെയ്യുകയാണ് ഇപ്പോൾ.
ഇനി കസ്റ്റമർ ഗേറ്റ് വേ ക്രിയേറ്റ് ചെയ്യുക. ഈ മൂന്നും ക്രിയേറ്റ് ചെയ്യുക. കൊടുത്തിരിക്കുന്ന ഫസ്റ്റ് വിർച്വൽ പ്രൈവറ്റ് ഗേറ്റ് വേ ക്രിയേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് കസ്റ്റമർ ഗേറ്റ് വേ ക്രിയേറ്റ് ചെയ്യുക. ഇത് രണ്ടും ക്രിയേറ്റ് ചെയ്തതിന് ശേഷം സൈറ്റ് ടു സൈറ്റ് VPN എടുത്ത് അത് ക്രിയേറ്റ് ചെയ്തിട്ട് അറ്റാച്ച് ചെയ്താൽ മാത്രം മതി. ഇവിടെ കൊടുക്കേണ്ടത് IP അഡ്രസ്സ്, നമ്മുടെ നെക്സ്റ്റ് ആരാണോ അതിൻ്റെ IP അഡ്രസ്സ് വേണം കൊടുക്കാനായിട്ട്. വേറെ ഒന്നുമില്ല, ബാക്കിയൊക്കെ വിട്ടേക്കാം. നമ്മുടെ സ്വന്തം IP അഡ്രസ്സാണ് കൊടുക്കാനായിട്ട്. ഓൾറെഡി നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മറ്റേ VPCയുടെ പബ്ലിക് IP വേണം ഇവിടെ കൊടുക്കാനായിട്ട്, ശ്രദ്ധിക്കുക. ഇനിയാണ് നമ്മുടെ മെയിൻ പോർഷൻ, സൈറ്റ് ടു സൈറ്റ് VPN. ജസ്റ്റ് പേര് കൊടുത്ത് ജസ്റ്റ് താഴോട്ട് വന്നാൽ മതി. വിർച്വൽ എല്ലാം സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ്. വിർച്വൽ പ്രൈവറ്റ് ഗേറ്റ് വേ നമുക്ക് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് സെലക്ട് ചെയ്ത് മാത്രം കൊടുത്താൽ മതി. അതുപോലെ തന്നെ കസ്റ്റമർ ഗേറ്റ് വേയും ഓൾറെഡി ഉണ്ട്. പക്ഷേ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഡൈനാമിക് മാറ്റി സ്റ്റാറ്റിക് ആക്കാം. ഡിഫോൾട്ടായിട്ട് ഡൈനാമിക് ആയിരിക്കും കിടക്കുന്നത്. അത് മാറ്റി സ്റ്റാറ്റിക് സെലക്ട് ചെയ്യുക. IP അഡ്രസ്സ് ഏതാണോ മറ്റതിൻ്റെ IP സെലക്ട് ചെയ്യുക. മറ്റേ VPCയുടെ IP സെലക്ട് ചെയ്ത് കൊടുക്കുക. വേറെ ഒന്നും വേണ്ട, കൊടുത്താൽ മതി. ഓക്കെ, ക്രിയേറ്റ് കൊടുത്താൽ മതി. നിലവിൽ 2 കണക്ഷൻസ്, 2 ടണലും ഡൗൺ ആണ്. അപ്പം നമുക്കിനി എഡിറ്റ് ചെയ്ത് റെഡിയാക്കി നേരെ അപ്പാക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇനി EC2 പോയതിന് ശേഷം നമുക്ക് ആ ഒരു ഇൻസ്റ്റൻസിനെ റൗട്ടറായിട്ട് മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് പോയിട്ട് നെറ്റ്വർക്ക് സെക്ഷനിൽ പോവാം. ആക്ഷൻ നെറ്റ്വർക്കിങ്ങിൽ പോയി ചേഞ്ച് സോഴ്സ് ആൻഡ് ഡെസ്റ്റിനേഷൻ ചെക്ക് എന്നുള്ള ഓപ്ഷനിൽ ടിക്ക് ചെയ്ത് നോക്കിയേക്കാം. സ്റ്റോപ്പ് ചെയ്യുക, സേവ് ചെയ്യുക. ഈ ഒരു സിനാരിയോ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഇൻസ്റ്റൻസ് റൗട്ടറായിട്ട് ആക്ട് ചെയ്യും. എന്നിട്ട് ഡൗൺലോഡ് കോൺഫിഗറേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഓപ്പൺ സ്പാൻ എന്ന പേരിൽ വേണം അത് ഡൗൺലോഡ് ചെയ്യാനായിട്ട്. ഡൗൺലോഡ് ചെയ്ത് നോട്ട് പാഡിൽ ഓപ്പൺ ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ അതിലായിരിക്കും ഈ പറഞ്ഞ ടണൽ 1ൻ്റെ കോൺഫിഗറേഷൻസ് ഫയൽ ഉണ്ടാവുക. ടണൽ 1ൻ്റെയും 2ൻ്റെയും ഉണ്ടാവും. തൽക്കാലം നമുക്ക് 1ൻ്റെ മാത്രം മതി. പ്രൈമറി കണക്ഷനും സെക്കൻഡറി കണക്ഷനും വേണ്ടിയിട്ടാണ് രണ്ടും ചൂസ് ചെയ്യുന്നത്. നമുക്കിവിടെ ഒന്ന് മാത്രം അപ്പാക്കി കാണിച്ചു തരാം. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന VPCയിൽ അത് ജസ്റ്റ് പേസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. കോൺഫിഗറേഷൻ നാനോ കൊടുക്കുക. സ്പേസ് കൊടുത്തിട്ട് /etc ബൈ കൊടുത്തിരിക്കുന്ന കമൻറ്റ് അതുപോലെ ടൈപ്പ് ചെയ്യുക. അത് നാനോയിൽ തന്നെ ഓപ്പണായി വരും. അന്നേരം ഈ പറഞ്ഞിരിക്കുന്ന ടണൽ 1ൻ്റെ കോൺഫിഗറേഷൻ അതുപോലെ അത്രയും കണ്ടൻറ്റ് കോപ്പി പേസ്റ്റ് ചെയ്യുക. കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ലോക്കൽ അഡ്രസ്സും റിമോട്ട് അഡ്രസ്സും
authentication മാറ്റേണ്ടതായിട്ടുണ്ട്, അത് ശ്രദ്ധിക്കുക. ഇത് കോപ്പി ചെയ്തതിന് ശേഷം 3 എണ്ണം മാത്രം മാറ്റിയാൽ മതി. ലോക്കലും റിമോട്ടും ഓതൻറ്റിക്കേഷനും. അതൊന്നും വേണ്ട, അത് ആവശ്യമില്ലാത്ത കാര്യമാണ്. അത് കൊടുത്തതിന് ശേഷം സേവ് ചെയ്യുക. ഇവിടെ ഇനി IPsec നമുക്ക് IP സെക്ഷൻ മാറ്റേണ്ടതായിട്ടുണ്ട്. IP സെക്ഷനിൽ ചെറിയ കോൺഫിഗറേഷൻ ഉണ്ട്. IP സെക്ഷൻ ക്ലൗഡിൻ്റെ ഉണ്ട്, ലോക്കലിൻ്റെ ഉണ്ട്. ശ്രദ്ധിക്കുക, അത് ഈ നാനോ ഫയലിൽ തന്നെയാണ് ചെയ്യേണ്ടത്. അത് ചെയ്യുക. അത് കൊടുത്തതിന് ശേഷം സീക്രട്ട് എന്ന് പറയുന്ന ഫയലിൽ PSK കീ ഉണ്ട്, ഒരു കീ കോപ്പി വേണം. അതെല്ലാം നോട്ട് പാഡിലുണ്ടാവും. നോട്ട് പാഡിലുള്ള അതുപോലെ ആ ലൈൻ അത്രയും കംപ്ലീറ്റ് ആയിട്ട് കോപ്പി ചെയ്യുക. കോഡ്സ് വരെ എടുക്കുക, കോഡ്സ് വരെ കോപ്പി പേസ്റ്റ് ചെയ്യുക. ദെൻ സേവ് ചെയ്യുക, എക്സിറ്റ് ചെയ്യുക. ഇനി ഏതാണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കണക്ഷൻ ചെക്ക് ചെയ്ത് നോക്കാം, ഓക്കെ ആവുന്നുണ്ടെന്ന് അറിയാമല്ലോ. നമുക്ക് സിസ്റ്റം സീറ്റിൽ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് വിടാം. IP സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. IP സെക്ഷൻ ജസ്റ്റ് ഒന്ന് ആക്റ്റീവ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം കണക്ഷൻ ഓക്കെ ആയിട്ടുണ്ടെന്നാണ്. നമുക്കിനി സൈറ്റ് ടു സൈറ്റ് VPNൽ പോയി നോക്കാം അത് ഓക്കെ ആയിട്ടുണ്ടോയെന്ന്. VPCയിൽ പോവുക. കണക്ഷൻ റെഡി ആയിട്ടുണ്ടാവണം. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം, നെറ്റ്വർക്കിൻ്റെ ചെറിയ ഇഷ്യൂസ് ഉണ്ട്. ഓക്കെ, രണ്ടെണ്ണത്തിൽ ഒരെണ്ണം അപ്പായിട്ടുണ്ട്. അപ്പം നമ്മൾ ചെയ്ത കണക്ഷൻസും കോൺഫിഗറേഷൻസും എല്ലാം കറക്റ്റാണ്. ഓക്കെ, താങ്ക് യു.